വമാ ബികും മിൻ നിഅമത്തിൻ ഫമിനല്ലാഹ്. നിങ്ങൾക്ക് എന്ത് ലഭിച്ചാലും അതെല്ലാം അല്ലാഹുവിൻ്റെതാണ്, അല്ലാഹുവിൽ നിന്നതാണ്, അല്ലാഹുവിൽ നിന്നുള്ളതാണ്. അവൻ നിങ്ങൾ തന്നെയും അല്ലാഹുവിൻ്റെതാണ്. എന്ത് പേടിക്കണം? എന്ത് പ്രശ്നം? എന്ത് പ്രശ്നമാണ് ഇത്? തലേ കയറാത്ത കാലത്തോളം നമ്മൾ മരിച്ചുപോയാൽ നമ്മളെ കാര്യം ഉണ്ടാവും. എന്റത് 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 എന്തെന്തത് എന്ത് എന്റത് 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 യഖൂലുബിനു ആദമ മാലി മാലി, എന്റെ മുതല്, എനിക്കുള്ളത് എന്റെ മുതല് എന്ന് മനുഷ്യൻ പറഞ്ഞുകൊണ്ടേയിരിക്കും. ലൗകാന ബിലി ആദമ വാദിയാനി മിൻ മാലിൻ ലബ്തഗാ സാലിസാ. രണ്ട് മലഞ്ചരിവ് നിറയെ സമ്പത്ത് കിട്ടിയാലും മൂന്നാമത്തതിനെ മനുഷ്യൻ തേടി ഓടും. ആറടി മണ്ണിനല്ലാതെ അവന്റെ ദുരാഗ്രഹം ശമിപ്പിക്കാൻ കഴിയുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്തു തരുന്ന അപാരമായ അനുഗ്രഹങ്ങൾ, ആ അപാരമായ അനുഗ്രഹങ്ങളെ കണ്ടെത്താൻ കഴിയുക എന്നുള്ളതാണ് ഈമാനിന്റെ തുടക്കവും ഈമാനിന്റെ ഒടുക്കവും. അതന്നെ ഈമാൻ. എന്താണ് ഈമാൻ? എന്താണ് ഈമാൻ എന്ന കാര്യത്തിൽ മനുഷ്യർക്ക് എപ്പോഴും ഒരു തരം കൺഫ്യൂഷനാണ്. എന്താണ് ഈമാൻ? ഒരാളിൽ ഇസ്ലാമിയത്ത് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ 5 വക്ത് നിസ്കരിക്കുന്നു, നോമ്പ് വിൽക്കുന്നു, ഇതൊക്കെ അവന്റെ ഇസ്ലാമിയത്തിന്റെ പ്രത്യക്ഷമാണ്. അതേസമയത്ത് എന്താണ് ഈമാൻ? ഒരാളുടെ ഇസ്ലാമിയത്തിന്റെ പ്രത്യക്ഷം എന്നതുകൊണ്ട് ഈമാൻ ഉണ്ടാവില്ല. എന്തുകൊണ്ട്? മുനാഫിഖുകളിൽ ഇസ്ലാമിയത്തിന്റെ പ്രത്യക്ഷം ഉണ്ടാവും, പക്ഷെ അവർക്ക് ഈമാൻ ഉണ്ടാവില്ല. ഇസ്ലാമിയത്തിന്റെ പ്രത്യക്ഷം വേറെ, ഈമാൻ വേറെ, രണ്ടാണ്. ഇസ്ലാമിയത്തിന്റെ പ്രത്യക്ഷം എന്ന് പറഞ്ഞാൽ അത് അമലു സ്വാലിഹാത്ത് കൊണ്ട്, അതിന്റെ പ്രത്യക്ഷം കൊണ്ട് ഒരാളിൽ ഇസ്ലാം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയും. പക്ഷെ എന്താണ് ഈമാൻ? ഒരാൾ തന്നെ ആരെ പറ്റിയും ചൂണ്ടണ്ട, നമ്മളെ പറ്റി ചൂണ്ട. നമ്മളെ പറ്റി ചൂണ്ട. എനിക്ക് ഈമാൻ ഉണ്ടോ ഇല്ലേ? ഈമാൻ ഉള്ളവർ മാത്രമാണ് അല്ലാഹുവിൽ രക്ഷപ്പെടുക. ഈമാൻ ഇല്ലേ? രക്ഷപ്പെടുക. ഇല്ലല്ലദീന വൽ അസ്രി ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനു. ഈമാൻ ഉണ്ടോ? രക്ഷപ്പെടും. ഈമാൻ ഇല്ലേ? രക്ഷപ്പെടും. അപ്പൊ ഏറ്റവും ചുരുങ്ങിയത് ഒരു മനുഷ്യന് എനിക്ക് ഈമാൻ ഉണ്ട് എന്നതിനെ കുറിച്ചൊരു അതിനാ ചിന്ത, ഒരു ചെറിയ ചിന്തയെങ്കിലും, അല്ലാഹു അത് ഈമാനാണല്ലോ എന്ന ഒരു വിശ്വാസം, ഒരു ആത്മവിശ്വാസം, ഇത് വളരെ ചിന്തിക്കണം. ഇത് ചിന്തിക്കേണ്ട വിഷയമാണ്. എന്തുകൊണ്ട്? ഫവൈലുൽ ലിൽ മുസല്ലീൻ. പ്രത്യക്ഷ അമലുകളിൽ ഉണ്ടായി, അതേ സമയത്ത് അടിസ്ഥാനം കൈവശപ്പെടുത്താത്ത ആളുകൾ പലരും നരകത്തിലാണെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നല്ലപോലെ ചിന്തിക്കണം. മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പരിശുദ്ധ ഖുർആനിൽ നമ്മളെപ്പോലത്തെ ഒരു സാധാരണക്കാരന് ഈമാനുള്ള ഒരാളെ അതൊന്നും തിരിച്ചറിയുന്ന കഴിഞ്ഞോളമെന്നില്ല, കഴിയൂല. നമ്മൾ പറയുന്നതൊന്നും ചിലപ്പോൾ സത്യമായിക്കൊള്ളും എന്നും ഇല്ല. നമ്മൾ ആരെ പറ്റിയും ചൂണ്ടണ്ട, നമ്മളെ ചൂണ്ട. എന്താണ് ഈമാന്റെ അടിസ്ഥാനം? ഈമാനിന്റെ അടിസ്ഥാനം എന്താ? ഈമാന്റെ അടിസ്ഥാനം, ഈമാന്റെ അടിസ്ഥാനം എനിക്ക് ലഭിച്ചതെല്ലാം എൻ്റെ റബ്ബിൽ നിന്നാണ് എന്ന ബോധം. ഇതാണ് ഈമാൻ. ഇതന്നെ ഈമാന്റെ തുടക്കവും, ഇത് വളരെയാണ് ഈമാന്റെ ഒടുക്കവും. അതാണ് അവസാനത്തെ ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്താണ് ഈ അവസാനത്തെ ലാ ഇലാഹ ഇല്ലല്ലാഹ്? ഈ അവസാനത്തെ ലാ ഇലാഹ ഇല്ലല്ലാഹിലും അന്തർലീനമായത് കേവലം ഒരു വാക്കല്ല, കേവലം ഒരു വാക്കല്ല. പിന്നെ അതെന്താണ്? എന്റെ മുൻഇമായ എന്റെ റബ്ബിനെ ഞാൻ അംഗീകരിക്കണം. അപ്പൊ തുടക്കോ തന്നെയാണ്, ഒടുക്കോ തന്നെയാണ്. ഒരാൾ മുഅ്മിനാകുന്നത് എന്താണ്? അല്ലാഹുവിൻ തനിക്ക് ലഭിച്ചതെല്ലാം തന്റെ റബ്ബിൻ്റെതാണെന്ന ബോധത്തിൽ നിന്ന് മുഅ്മിനാകും. ഒരാൾ വലിയാകുന്നതോ അതന്നെ, തനിക്ക് ലഭിച്ചതെല്ലാം തന്റെ റബ്ബിൽ നിന്നാണ് എന്നുള്ള ചിന്തയിൽ നിന്നാണ് ഒരാൾ വലിയാകുക. അത് വളർന്നാൽ അയാൾ ഖുത്ബാവും, അത് വളർന്നാൽ അയാൾ ഗൗസാവും. അയാൾക്ക് ഈ പ്രപഞ്ചത്തിലെ തസറുഫാത്തിന്റെ പല അധികാരങ്ങളും അല്ലാഹു നൽകും. എന്ന് മാത്രമല്ല, അയാൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് കൊണ്ട് സംസാരിക്കാൻ കഴിയും. ഫബിയതകല്ലം, എന്നെ കൊണ്ടവൻ സംസാരിക്കും. ഫബിയസ്മഅ, എന്നെ കൊണ്ടവൻ കേൾക്കും. ഫബിയബ്സുർ, എന്നെ കൊണ്ടവൻ കാണും.
എന്നെ കൊണ്ട് സംസാരിക്കുക, എന്നെ കൊണ്ട് മിണ്ടുക, എന്നെ കൊണ്ട് കാണുക, എന്നെ കൊണ്ട് കേൾക്കുക. അതായത് എന്നെ കൊണ്ട് എന്ന് പറഞ്ഞതിന് അർത്ഥം എന്താ? അള്ളാഹുവിനെ കൊണ്ടല്ലാതെ ഇപ്പൊ നമ്മൾ ആരും മിണ്ടണില്ല, അള്ളാഹിനെ കൊണ്ടല്ലാതെ കാണുന്നില്ല, കേൾക്കണില്ല. പക്ഷെ ഇവിടെ അപ്പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താ? പരിധിയില്ലാതെ കാണാൻ കഴിയും. പരിധിയില്ല, റബ്ബിന്റെ കാഴ്ചക്ക് പരിധിയില്ല. റബ്ബിന്റെ കാഴ്ചക്ക് പരിധിയില്ല, റബ്ബിന്റെ കേൾവിക്ക് പരിധിയില്ല. വഉനബ്ബിഉകും ബിമാ തദ്ഖറൂന ബിമാ തഅകുലൂന വമാ തദ്ഖറൂന ഫീ ബുയൂതികും. നിങ്ങൾ എന്താണ് കഴിച്ചത് എന്ന് ഞാൻ പറയാം, നിങ്ങളെ വീട്ടിൽ നിങ്ങൾ സൂക്ഷിച്ചു വെച്ചത് എന്താണെന്ന് ഞാൻ പറയാം. സയ്യിദുനാ ഈസ, മഹാനായ സയ്യിദുനാ ഈസ, ചിന്തിക്ക്. നിങ്ങൾ എന്താണ് കഴിച്ചത് എന്ന് ഞാൻ പറയാം. നിങ്ങളെ വീട്ടിൽ വമാ തദ്ഖറൂന ഫീ ബുയൂതികും വമാ തദ്ഖറൂന ഫീ ബുയൂതികും, നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ഒളിപ്പിച്ചു വെച്ചത് എന്താണെന്ന് ഞാൻ പറയാം. സയ്യിദുനാ ഈസ അലൈഹിസ്സലാം എനിക്ക് കഴിയും. എന്തുകൊണ്ട്? അള്ളാഹുവിനെ കൊണ്ടുള്ള കാണലാണ്, അള്ളാഹുവിനെ കൊണ്ടുള്ള കേൾക്കലാണ്, അള്ളാഹിനെ കൊണ്ട് മിണ്ടലാണ്. മഹാനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടുത്ത് കുട്ടികൾ വരാറുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഈ കുട്ടികളെ അക്കാലഘട്ടത്തിലെ യഹൂദികൾ എന്ത് ചെയ്തു? അവര് യഹൂദികളും റോമക്കാരുമായ ആളുകളിലേക്കാണ് സയ്യിദുനാ ഈസ വന്നത് അലൈഹിസ്സലാം. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവർക്ക് നല്ലത് പഠിപ്പിച്ചപ്പോൾ അക്കാലത്ത് യഹൂദികൾക്കും റോമക്കാർക്കും അതൊരു തിന്മയും. അപ്പോൾ അവരെന്ത് ചെയ്ത്? കുട്ടികളെ ഒളിപ്പിച്ചു വെച്ചു. വീടുകളിൽ അവർ കുട്ടികളെ ഒളിപ്പിച്ചു വെച്ചു. കുട്ടികളെ വീടുകളിൽ ഒളിപ്പിച്ചു വെച്ചപ്പോൾ ഈസാ നബി അലൈഹി സ്വലാം വീടുകളിലേക്ക് ചെന്നു. എൻ്റെ അടുത്ത് സാധാരണ വരാനുള്ള മക്കളെവിടെ? വീട്ടിലുണ്ടോ? അപ്പോൾ അവർ വീട്ടുകാർ പറഞ്ഞില്ല, വീട്ടിലില്ല. അവർ വീട്ടിന്റെ ഉള്ളിൽ കുട്ടികളെ ഒളിപ്പിച്ചു വെച്ചു. അപ്പോൾ പിന്നെ ശബ്ദം ഉണ്ടല്ലേ വീട്ടിനുള്ളിൽ നിന്ന്, വീട്ടിനുള്ളിൽ ആരാന്ന് ചോദിച്ചു. അപ്പോ അവര് പറഞ്ഞു ഇന്ന ഫിൽ ബൈത്തിൽ ഖനാസിർ, വീട്ടിനുള്ളിൽ പന്നികളാണ്. എന്താന്ന് ചോദിച്ചു. അപ്പോൾ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. വാതിൽ തുറന്നു നോക്കുമ്പോ കുട്ടികൾ പന്നിയിട്ടുണ്ട്. മനസ്സിലുണ്ട് പറഞ്ഞത്? വീട്ടിനുള്ളിൽ ആരാ? വീട്ടിനുള്ളിൽ ഖനാസിർ, പന്നികളെന്നാണ്. എന്നാ പിന്നെ പന്നികളായിക്കോട്ടെ എന്നാ. അതിലോ നോക്കുമ്പോൾ പന്നികൾ. വീട്ടുകാരെ മക്കളൊക്കെ പന്നികളായി മാറും. പിന്നെ അവർ ഈസാ നബിയുടെ കാൽക്കൽ വീഴേണ്ടി വന്നു. എന്തുകൊണ്ട്? എന്നെ കൊണ്ടാണ് അവർ സംസാരിക്കുക. മനസ്സിലായില്ലേ? ഇത് ചിന്തിക്കണം. ഇതാണ് ഒരു മനുഷ്യന്റെ വിലായത്തിന്റെയും ഖുത്ബാനിയത്തിന്റെയും ഒക്കെ മഖാമ്. ഇതിന്റെ ഒക്കെ അടിസ്ഥാനം എന്താ? ഇതിന്റെയൊക്കെ അടിസ്ഥാനം അള്ളാഹുവിന്റെ നിഅമത്തിനെ കാണാൻ കഴിയുന്നതാണ്. അതന്നെ ഈമാൻ, അതാണ് ഖുത്ബാനിയത്ത്, അതാണ് ഖുത്ബാനിയത്ത്, അതാണ് വിലായത്ത്. എല്ലാം അതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന നിഅമത്തുകൾ എന്തും നമുക്ക് നൽകുന്നതെന്ന് പറയേണ്ട നമ്മൾ അല്ലാഹുവിന്റെ അല്ലേ. നമുക്ക് ലഭിച്ചതെല്ലാം നമ്മൾ എന്നത് വേറിട്ടൊന്നും കണ്ടേയില്ല. എന്തുകൊണ്ട്? നമ്മൾ. അപ്പൊ ഞാൻ എൻ്റെ കൈ നിങ്ങളോട് ഈ മുന്നിൽ പ്രസംഗിക്കുമ്പോൾ ചലിപ്പിക്കുന്നുണ്ട്. ഇതിന്റെ പിന്നിൽ ആരാ? അല്ലാഹു. മിണ്ടുന്നുണ്ട്. ആരാ എൻ്റെ പിന്നിൽ? അല്ലാഹു. ഞാനിവിടെ ഇരിക്കുന്നുണ്ട്. ആരാണ് എൻ്റെ പിന്നിൽ? അല്ലാഹു. ഞാൻ എന്നൊരു സൃഷ്ടി. എന്നെക്കുറിച്ച് ഞാൻ എന്തിനാ വേവലാതിപ്പെടുന്നത്? എന്തിന് വേവലാതിപ്പെടുന്നതിന്? ഞാൻ എൻ്റെ അല്ലല്ലോ, ഞാൻ എൻ്റെ റബ്ബിൻ്റെ അല്ലേ. മനസ്സിലാവുണ്ട് പറഞ്ഞത്? നിങ്ങളെ വീട്ടിലൊരു പശു ഉണ്ടെന്ന് സങ്കല്പിക്കുക. ഈ പശുവിന് എന്തെങ്കിലും സംഭവിച്ചാൽ വേവലാതിപ്പെടേണ്ട സത്യത്തിൽ ആരാ? നിങ്ങളെ വീട്ടിൽ ഒരു പശുവിന് എന്തെങ്കിലും സംഭവിച്ചാൽ വേവലാതിപ്പെടൽ ആരാ? എന്താണ് നോക്കിയിരിക്കുന്നത്? ആരാ? വീട്ടുകാരൻ. എന്തുകൊണ്ട്? ഹളമുതലാണ്. ഏറ്റവും വലിയ അബദ്ധത്തിലാണ് നമ്മളൊക്കെ ഉള്ളത്. എന്ത്? നമ്മൾ വേറിട്ട് നമ്മളെ കാണുക. നമ്മൾ അള്ളാഹുവിന്റെ സൃഷ്ടിയാന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ അവന്റെ താല്പര്യപ്രകാരം പഠിച്ചല്ലേ. നമ്മൾക്ക് നമ്മൾ എന്ത് പ്രശ്നമുള്ളത്? നിങ്ങൾക്ക് എന്ത് നിഅമത്ത് ലഭിച്ചാലും ഫമിനല്ലാഹ്, അതെല്ലാം അല്ലാഹുവിന്റെ. ഇത് മനസ്സിലാക്കാത്ത കാലത്തോളം നെറ്റിമേൽ അടയാളം ഉണ്ടാക്കിയിട്ട് ഒരു കാര്യമില്ല. ഇത് മനസ്സിലാക്കാൻ ഒരാൾക്ക് കഴിഞ്ഞില്ലേ, നഷ്ടമാണ്. ഇത് വളരെ ചിന്തിക്കണം. ഇപ്പൊ നിങ്ങൾ ഇത്രയും ആളുകൾ, കുറച്ച് ആളുകളാണെങ്കിൽ
നിങ്ങൾ വരണ്ടേ ഇല്ല എന്ന് ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ വരുന്നതിൻ്റെ കാരണം എനിക്കറിയാം. എന്താ കാരണം? ചില ആളുകൾ ആവലാതിക്കാരാണ്. എന്നല്ല, ഈ ഇരിക്കുന്ന 90% ആളുകളും ഒരു ആവലാതി പറയാൻ വന്നതാ. ആവലാതികളാണ്, അല്ലെങ്കിൽ ആവലാതി പങ്കുവെക്കാൻ പറയാൻ വന്നതാ. ദാറുൽ ഖുർആന്റെ മുറ്റത്തൊരു ആവലാതി ഇതിൽ പങ്കെടുത്ത് ദുആ ചെയ്യാൻ വന്നതാ. അപ്പോൾ എല്ലാവരും ഭരിക്കുന്നത് ആവലാതി. ഓരോരുത്തരും പ്രശ്നം ആവലാതിയാണ്. നിങ്ങളെ ഇരിക്കുന്ന എല്ലാ ആളുകളും ആവലാതിക്കാരാ, എനിക്കറിയാം. എന്തിനു പേടിക്കുന്നത്? നിങ്ങൾക്ക് എന്ത് ലഭിച്ചാലും അതെല്ലാം അല്ലാഹുവിൻ്റെതാണ്, അല്ലാഹുവിൽ നിന്നതാണ്, അല്ലാഹുവിൽ നിന്നുള്ളതാണ്. അവൻ നിങ്ങൾ തന്നെയും അല്ലാഹുവിൻ്റെതാണ്. എന്തിന് പേടിക്കണം? എന്ത് പ്രശ്നം? എന്ത് പ്രശ്നമുള്ളത്? ഇത് തലേ കയറാത്ത കാലത്തോളം നമ്മൾ മരിച്ചുപോയാൽ നമ്മളെ കാര്യം ഉണ്ടാവും. എന്റത് 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 എന്തെന്തത് എന്ത് എന്റത് 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 യഖൂലുബിനു ആദമ മാലി മാലി, എന്റെ മുതല്, എനിക്കുള്ളത് എന്റെ മുതല് എന്ന് മനുഷ്യൻ പറഞ്ഞുകൊണ്ടേയിരിക്കും. ലൗകാന ബിലി ആദമ വാദിയാനി മിൻ മാലിൻ ലബ്തഗാ സാലിസാ, 2 മലഞ്ചെരിവ് നിറയെ സമ്പത്ത് കിട്ടിയാലും മൂന്നാമത്തതിനെ മനുഷ്യൻ തേടി ഓടും. 6 അടി മണ്ണിനല്ലാതെ അവന്റെ ദുരാഗ്രഹം ശമിപ്പിക്കാൻ കഴിയുകയില്ല. 2 മല നിറയെ ഒരാൾക്ക് സമ്പത്ത് ലഭിച്ചു. അത് അനുഭവിക്കും ഇല്ല? ഇന്നത് അനുഭവിക്കും ഇല്ല? ഇതനുഭവിക്കില്ല. 2 മലഞ്ചെരിവ് നിറയെ ഒരാൾക്ക് സമ്പത്ത് ലഭിച്ചു, എന്നാൽ അനുഭവിക്കും ഇല്ല. പിന്നെയോ ലബുത്തഖസാലിസൻ, മൂന്നാമത്തെ തേടി ഓടും. 6 അടി മണ്ണിനല്ലാതെ അവന്റെ ദുരാഗ്രഹം ശമിപ്പിക്കാൻ കഴിയൂല. ഞാൻ നിങ്ങളോട് തമാശ വരെ നിങ്ങൾ വിചാരിക്കരുത്. ഈമാനിൽ എത്തിച്ചേരാതെ നിസ്കാരത്തിന് ഒരു അടിസ്ഥാനം ഉണ്ടാവില്ല. എന്താണ് ഈമാൻ? ഈമാനിൽ എത്തിച്ചത് എത്ര പള്ളി പ്രസിഡന്റായിട്ട് കാര്യമില്ല. ഞാൻ പള്ളിയുടെ പ്രസിഡന്റാണ്, ഞാൻ പള്ളിയുടെ സെക്രട്ടറിയാണ്, ഞാൻ 30 കൊല്ലം അങ്ങനെ വയലു പറഞ്ഞ ആളാണ്. അതൊക്കെ വെറും വർത്തമാനമാണോ? വയലെന്ന് പറഞ്ഞാൽ ഒരു കലയല്ലേ? 300 കൊല്ലം വയലു പറഞ്ഞിട്ട് എന്താ കാര്യം? എന്താ കാര്യം? എന്താ വയലിപ്പോൾ ഞാൻ മാത്രമല്ലല്ലോ. ഈ ബോക്സ് വയലു പറയുന്നില്ലേ? ഇത് വയലു പറയുന്നുണ്ടല്ലോ. ഞാൻ ഇത് പറഞ്ഞത് ഇത് പറയും, ഇത് ഏറ്റവും നിങ്ങൾ ചിന്തിക്കുക. നമ്മളെ ഉള്ളിൽ കയറേണ്ടത്, നമ്മളെ ഉള്ളിൽ കയറാതെ ഒരു ലക്ഷ്യം നമുക്കുണ്ടാവില്ല. എന്താണ് ലക്ഷ്യം? എന്താണ് നമ്മൾ കയറേണ്ടത്? നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടേതാണ്. എനിക്കായി ഒന്നുമില്ല, എല്ലാം എന്റെ റബ്ബിൻ്റെതാണ്. പ്രഭാതം റബ്ബിനെ പറ്റി ചിന്തിക്കാനാണ്, പ്രദോഷം റബ്ബിനെ പറ്റി ചിന്തിക്കാനാണ്, മണിക്കൂർ റബ്ബിനെ പറ്റി ചിന്തിക്കാനാണ്, നിമിഷം റബ്ബിനെ പറ്റി ചിന്തിക്കാനാണ്, മിനിറ്റുകളും സെക്കൻഡുകളും റബ്ബിനെ പറ്റി ചിന്തിക്കാനാണ്. റബ്ബിനെ പറ്റിയല്ലാതൊരു ചിന്ത ഒരു മുഅ്മിനായ മനുഷ്യന് ഇല്ല. ഇതാണ് ഒരു മനുഷ്യന്റെ ഉൾക്കാഴ്ച. ഒരു മനുഷ്യന്റെ ഉൾക്കാഴ്ച എന്താണ്? ബഹുമാനപ്പെട്ട ഇബ്നു അജീബ റളിയല്ലാഹു തആല മഹാനവർഗീയ ഫമാ ബിക്കും മിൻ നിഅമത്തിൻ വമാ ബിക്കും മിൻ നിഅമത്തിൻ ഫമിനല്ലാഹ് എന്ന ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ഇബ്നു അജീബ തങ്ങൾ പറയുന്ന വ്യാഖ്യാനം ഞാൻ വായിച്ചു. നിന്റെ പേരാന്ന് വിചാരിക്കേണ്ട, ചിന്തിക്ക്. വേവലാതി ഒഴിവാക്ക്, വേവലാതി വലിച്ചെറി. എന്ത് പ്രശ്നം? ഞാൻ കഴിഞ്ഞ ആഴ്ച വിശദമായി പറഞ്ഞിരുന്നു. വെറുതെ ഊഹാപോഹങ്ങൾ പ്രചരിപ്പിക്കുന്നവരുടെ കൂട്ടത്തിൽ കൂടരുത് പറഞ്ഞിട്ടില്ലേ? കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, ഊഹാപോഹങ്ങൾ പ്രചരിപ്പിക്കുന്നവരുടെ കൂട്ടത്തിൽ കൂടരുത്. അവിടെ പ്രശ്നം, അവിടെ മുസ്ലിമീങ്ങൾക്ക് പ്രതിസന്ധി. ഇതൊന്നും നമ്മളെ പണിയെടുത്താൽ മതി. ബാക്കി പണി നമ്മുടേതല്ല. ആരുടേതാണ്? മനസ്സിലാവുണ്ടോ പറഞ്ഞത്? നമ്മൾ നമ്മുടെ പണിയെടുക്കുക, ബാക്കി നമ്മുടേതല്ല. പാലെടുത്തിട്ട് കുടത്തിലാക്കിയിട്ട് കലത്തിലാക്കിയിട്ട് മന്ദം കൊള്ളിട്ട് അതിൽ തിരിക്കുക എന്നതാണ് പാൽക്കാരൻ്റെ ഉത്തരവാദിത്വം, വീട്ടുകാരുടെ ഉത്തരവാദിത്വം. വെണ്ണ നിന്ന് അതിന് പുറപ്പെടുവിച്ചെന്നത് റബ്ബാണ്. മനസ്സിലായാലും വെണ്ണ പുറപ്പെടുവിക്കാൻ അവനോട്ട് കഴിയൂല, അവൾക്കോട്ട് കഴിയൂല. അവളെ ധർമ്മം എന്താ പറയടും? അവളെ ധർമ്മം എന്താ? ഇന്നമാ വലിയുക്കുമുല്ലാഹു വറസൂലുഹു,
അല്ലാഹും റസൂലും നിങ്ങളെ ഏറ്റെടുത്തതാണ്. നിങ്ങളെ ഉടമക്കാരൻ അവനാണ്. രാജാതിരാജൻ ഉടമക്കാരനായാൽ പിന്നെ പേടിക്കുന്നത് എന്തിനാണ്? നിങ്ങളെ ഏറ്റെടുത്തവൻ അല്ലാഹുവാണ്. പിന്നെ ഊഹാപോഹം പ്രചരിപ്പിക്കുന്നതിനാ? അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ പണിയെടുക്കണം. മരിച്ചാലോ? മരിക്കുമല്ലോ. മരിച്ചാൽ മരിക്കുമല്ലോ. അതെന്താ? അതിലൊരു വിഷയമുള്ള കാര്യമല്ല. അലോപ്പതി ശാസ്ത്രത്തോട് ഏറ്റവും കൂടുതൽ മത്സരിച്ച ഒരു മനുഷ്യൻ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് മരിച്ചു. എന്താ പേര്? മോഹനം വൈദ്യർ. മോഹനം വൈദ്യർ മരിച്ചല്ലോ എന്ന് പറഞ്ഞാൽ അതിന്റെ പേര് സോഷ്യൽ മീഡിയയിൽ പല ആളുകളും ഒരു തരം വാറുണ്ടാക്കി. മോഹനം വൈദ്യരുടെ ഡേറ്റിന് മരിക്കും. ജാലിനോസ് മരിച്ചു. ലോകത്തെ എല്ലാവിധ ആയുർവേദത്തിന്റെയും പിതാവാണ് ജാലിനോസ്. ജീവിതത്തിൽ രോഗമുണ്ടാക്കാത്ത ആളായിരുന്നു ജാലിനോസ്. കേട്ടിട്ടില്ലേ? അവസാനം ഒരു കപ്പൽ യാത്ര ചെയ്തപ്പോൾ ജാലിനോസിന് രോഗം വന്നു. അപ്പോൾ ജാലിനോസ് പറഞ്ഞു, ഞാൻ മരിക്കും, ഈ കപ്പൽ വെച്ച് മരിക്കും, ഞാൻ ഈ കപ്പലിൽ മരിക്കും. എന്തുകൊണ്ട്? എന്റെ ശാസ്ത്രം അനുസരിച്ച് എനിക്ക് ആരോഗ്യമുണ്ട്, നിലനിൽക്കും, അങ്ങനെയാണ് എന്റെ ജീവിതം. പിന്നെയോ? പിന്നെ എത്ര നമ്മൾ ബന്ധുരകാഞ്ചന കുട്ടിലാണെങ്കിലും ബന്ധനം തന്നെ പാരിൽ എന്ന് പറഞ്ഞതുപോലെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എന്താണ്? ഒരു ദിവസം, ആ ദിവസം അവൻ മരിക്കും. അതിന് രോഗമുണ്ട്. ലോകത്തെ ഏറ്റവും വലിയ ആരോഗ്യവാനാ മുത്തു മുഹമ്മദ് മുസ്തഫ. പനി വന്നു, മരിച്ചു. പനിയിലാണോ മരിച്ചത്? അല്ല, പനി ഒരു സബബാണ്. എത്ര മനസ്സിലാവുണ്ട് പറഞ്ഞത്? ഒരു അനാവശ്യം കഴിക്കാത്ത ആളാ മുഹമ്മദ് മുസ്തഫ. ഒരു അനാവശ്യമില്ല. അള്ളാഹുവിന്റെ കാര്യത്തിലല്ലാതെ ഒരു ചിന്തയില്ല. ഒരു വേസ്റ്റായ ഭക്ഷണം കഴിച്ചിട്ടില്ല. എന്നിട്ട് പനി വന്നു. എന്തുകൊണ്ട്? മരിക്കണം, മരിക്കും. മനസ്സിലായില്ലേ പറഞ്ഞത്? അല്ലാതെ പനിച്ചാലോ? അല്ലാതെ പനിച്ചാൽ അള്ളാഹു നിനക്കത് നൽകും. എന്തിന്? ഒരു രാത്രിയിലെ പനി എന്നുള്ളത് ഒരു വർഷത്തെ ദോഷം പൊറുപ്പിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. ഒരു രാത്രി പനിച്ചാൽ അതുകൊണ്ട് ഒരു കൊല്ലത്തെ ദോഷം പുറത്തു. അങ്ങനെയുണ്ട്. അപ്പൊ അങ്ങനെയും പനിക്കും. അള്ളാന്റെ നിഅമത്ത് പനി. ഇതൊന്നും ബേജാറാവണ്ട. മനസ്സിലായില്ലേ? നമ്മൾ എടുക്കേണ്ട പണിയെടുക്കണം. മരണമോ? മരണം അല്ലാഹുവിന്റെ മരണം. അതാ എവിടുന്ന്? അതിനെപ്പറ്റി എന്തിനാ പേടിക്കുന്നത്? മരണം. ഇതിലാവും പകരം ചിന്തിക്കുന്ന ആളുകളാ കുറെ ആളുകൾ. അതിനെപ്പറ്റി എന്തിനാ കാണിക്കുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല കുല്ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ. അല്ലാഹു നിശ്ചയിച്ചതല്ലാത്ത ഒരു മുസീബത്തും ഞങ്ങൾക്ക് വരുകയേ ഇല്ല. കുല്ലൻ യുസീബനാ, ഞങ്ങൾക്ക് വരുകയേ ഇല്ല മാ കതബല്ലാഹു ലനാ. നബിയെ തങ്ങൾ പറയുക, നബിയെ അവർക്ക് പഠിപ്പിക്കുക, ഞങ്ങൾക്ക് വരുകയേ ഇല്ല മാ കതബല്ലാഹു ലനാ, ഞങ്ങൾക്ക് നിശ്ചയിച്ച കാര്യമല്ലാതെ ഒന്നും ഞങ്ങൾക്ക് വരില്ല. അപ്പോൾ ഒരു മുസീബത്ത് വന്നാൽ ആര് നിശ്ചയിച്ചതാണ്? പറ, ആര് നിശ്ചയിച്ചതാ? എന്തിനാ വേവലാതി ഇതിന്? നമ്മുടെ ഡ്യൂട്ടിയാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മുടെ ഡ്യൂട്ടി നമ്മൾ ചെയ്യണം. എന്താ നമ്മുടെ ഡ്യൂട്ടി? നമ്മുടെ ഡ്യൂട്ടി അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് നമ്മുടെ ഉടമക്കാരൻ എന്ന് മനസ്സിലാക്കുക. എന്നിട്ട് നമുക്കൊരു ഫ്രെയിം തന്നിട്ടുണ്ട്, പരിശുദ്ധ ശരീഅത്ത്, അതനുസരിച്ച് ജീവിക്കുക. ബസ്, പിന്നൊന്നും വേണ്ട, പിന്നൊന്നും ആലോചിക്കണ്ട. ചിന്തയുണ്ടോ? ചിന്ത അല്ലാഹു കൊടുക്കുക. തഅമ്മൽ സുതൂറൽ കായിനാതി ഫഇന്നഹാ മിനൽ മലഇൽ അഅ്ലാ ഇലൈക റസായിലു. നീ ഈ വസ്തുവിന്റെ പ്രതലങ്ങളെല്ലാം വായിക്കണം. തഅമ്മൽ സുതൂറൽ കായിനാതി, ഈ വസ്തുവിന്റെ പ്രതലങ്ങളിലെല്ലാം എഴുതിയത് നീ വായിക്കണം. ഫഇന്നഹാ, ഈ കാണുന്ന വസ്തുക്കളെല്ലാം മിനൽ മലഇൽ അഅ്ലാ ഇലൈക റസായിലു, അല്ലാഹുവിൽ നിന്ന് നിനക്കുള്ള സന്ദേശങ്ങൾ. ആ പൊങ്ങി നിൽക്കുന്ന പുൽച്ചെടി മുതൽ ഈ ഉയർന്നു നിൽക്കുന്ന വൃക്ഷം മുതൽ എല്ലാം, ഈ കാണുന്ന ഇരിക്കുന്ന നിങ്ങൾ, ഞാൻ, ഈ തൂണ്, ഇത്, ഈ വസ്തു, ഇതെല്ലാം, ഈ കാണുന്നതെല്ലാം, ഇതെല്ലാം തഅമ്മൽ സുതൂറൽ കായിനാതി ഫഇന്നഹാ മിനൽ മലഇൽ അഅ്ലാ ഇലൈക റസായിലു. ഇത് ഏത് വസ്തുവും നീ ചിന്തിക്കണം. അതിന്റെയൊക്കെ പുറത്ത് അള്ളാഹുവിന്റെ സന്ദേശം, നിനക്ക് വേണ്ടി അള്ളാഹു നൽകിയ സന്ദേശമുണ്ട്.
എന്താണ് സന്ദേശം? വഖദ് ഖുത്ത ഫീഹാ ലൗ ഖറഅത സുതൂറഹാ അലാ കുല്ലു ശൈഇൻ മാ ഖലല്ലാഹ ബാതിലു. വഖദ് ഖുത്ത ഫീഹാ, എല്ലാ വസ്തുക്കളിലും എഴുതി വെച്ചിട്ടുണ്ട്. ലൗ ഖറഅത സുതൂറഹാ, അതിന്റെ പ്രതലങ്ങൾ നീ വായിക്കാൻ തയ്യാറായാൽ എല്ലാത്തിലും എഴുതി വെച്ചിട്ടുണ്ട്. അലാ കുല്ലു ശൈഇൻ മാ ഖലല്ലാഹ ബാതിലു, അള്ളാഹുവാണ് യാഥാർത്ഥ്യം, ബാക്കിയുള്ളതെല്ലാം അവനിൽ നിന്നുണ്ടായതാണ്. അതിനൊന്നും സ്വയമായി ഒരു യാഥാർത്ഥ്യവുമില്ല. യഥാർത്ഥം ആരുടേതാണ്? ആരാണ്? അള്ളാഹു. അവനാണ് അള്ളാഹു. നമ്മൾ അള്ളാഹുവിലേക്ക് മടങ്ങണം. അള്ളാഹുവിലേക്ക് മടങ്ങിയിട്ട് നിസ്കരിക്കാൻ നോക്ക്. ഒരു പേടിക്കരുത്. പേടി എന്ന വിഷയം വേണ്ട. അള്ളാഹു നിശ്ചയിച്ചതല്ലാത്തൊരു കാര്യം നമുക്ക് പറ വരില്ല, ഒന്നും വരില്ല. അള്ളാഹു നിശ്ചയിച്ചല്ലാതെ ഒന്നും വരില്ല. അപ്പോൾ വന്നാൽ ആര് നിശ്ചയിച്ചാണ്? പറ, ആര് നിശ്ചയിച്ചതാണ്? അള്ളാഹു നിശ്ചയിച്ചാണ്. അതിൻ്റെ അർത്ഥം നമ്മൾ കടലിലേക്ക് എടുത്തിയാൽ നമുക്ക് നമ്മൾ ആപത്തിലേക്ക് ചാടരുത് എന്ന റോട്ടുണ്ട് നമുക്ക്. എന്നിട്ടും ഒരു മുസീബത്ത് വരികയാണെങ്കിൽ അത് അള്ളാഹു നിശ്ചയമാണ്, അത് അവൻ നോക്കിക്കോളും. മനസ്സിലായില്ല? നമ്മൾ സ്വയം കയത്തിലേക്ക് എടുത്ത് ചാടി മരിക്കുന്നതിനെ പറ്റിയല്ല പറയുന്നത്. അത് നമ്മൾ ശരീഅത്തിന്റെ ഫ്രെയിമിൽ നിന്ന് പുറത്തേക്ക് പോയി. ശരീഅത്തിന്റെ ഫ്രെയിം അനുസരിച്ച് നമ്മുടെ നാശത്തെ നമ്മൾ ഉണ്ടാക്കാൻ പാടില്ല. നമ്മൾ ആ ഫ്രെയിമിന്റെ ഉള്ളിൽ തന്നെ ജീവിക്കണം. എന്തിന്റെ ഫ്രെയിമിന്റെ ഉള്ളിൽ? പരിശുദ്ധ ശരീഅത്താകുന്ന ഫ്രെയിമിന്റെ ഉള്ളിൽ നമ്മൾ ജീവിക്കണം. എന്നിട്ടൊരാപത്ത് വരികയാണെങ്കിൽ അതിന് ഉത്തരവാ അത് ആരേറ്റെടുത്തു? അല്ലാഹു ഇതിനെ പിടിക്കുന്നു. അപ്പോൾ നമ്മൾ ചിന്തിക്കണം, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് നന്ദിയാണ്. എന്താ നന്ദി? പറയ്, നന്ദി എന്താ? ഞാൻ പറഞ്ഞുതരാം. പറഞ്ഞു, അള്ളാഹു നന്ദിയാണ്. എന്താണ് അള്ളാഹു നന്ദി? ഞാൻ അള്ളാഹുവിന് നന്ദി പറയുന്നു എന്ന് പറയേ. പരിപാടികൾക്കൊക്കെ അവസാനം ഒരു നന്ദി എഴുതും, അതുപോലെയാണോ? പരിപാടികൾക്ക് വേണ്ടി സെക്രട്ടറി സ്വാഗതം പറഞ്ഞാൽ പിന്നെ ജോയിന്റ് സെക്രട്ടറി നന്ദി കൊടുത്തില്ലെങ്കിൽ അടുത്ത കമ്മിറ്റി യോഗത്തിൽ പ്രശ്നം ഉണ്ടാക്കും. ഇക്കാലം വരെ നന്ദി മര്യാദയ്ക്ക് പറയാൻ ആളുകൾ ഇരുന്ന് കൊടുത്തിട്ടില്ല. ഒരു യോഗത്തിലും മര്യാദയ്ക്ക് നന്ദി പറയില്ല. ആ നന്ദി ജനങ്ങൾക്ക് ഒരു ആവശ്യമില്ല. പിന്നെ എന്തിനാണ് നന്ദി എന്നുള്ളത്? നോട്ടീസ് അച്ചടിച്ച കാലം മുതലേ അന്ന് മുതൽ ഇന്ന് വരെയും എന്തുണ്ടാവും? പറയടോ, ലാസ്റ്റ് നന്ദി ഇന്നാലിനെ ബീരാൻകുട്ടി അവറാൻകുട്ടി നേരിട്ടു. എന്തിനാ? ഇവൻ അടുത്ത കമ്മിറ്റി യോഗത്തിൽ പ്രശ്നം ഉണ്ടാക്കാതിരിക്കാനാ. ഒന്ന്, അല്ലെങ്കിൽ ഈ പരിപാടിക്ക് കാര്യമായ പൈസ എൻ്റെ പേരിൽ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടോ, അതിനെ സമാധാനപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അന്നത്തെ ചായ ചോറൊക്കെ ഇവൻ്റെ വകയായിരിക്കും. അപ്പം നന്ദി കൂടി എഴുതി കൊടുത്തില്ലെങ്കിൽ ഇവന് സുഖമുണ്ടാവും. എന്താ അള്ളാഹു നന്ദി? എൻ്റെ അള്ളാഹുവിനെ നന്ദി എന്ന് പറഞ്ഞാൽ നിന്റെ മസ്തിഷ്കം ആരുണ്ടാക്കി തന്നതാ? അള്ളാഹു അല്ലേ? ആ മസ്തിഷ്കത്തിൽ അള്ളാഹു അല്ലാത്ത ഉണ്ടാവരുത്. അതിന് നന്ദി. അത് തന്നെ നന്ദി. എന്ത് ചിന്തിച്ചാലും അള്ളാഹു അല്ലാതെ ഉണ്ടാകും. ഈ ആയത്തിന്റെ വ്യാഖ്യാനം കേട്ടോളൂ, ചെവി കൂർപ്പിച്ചിട്ട്. ഒരു മനുഷ്യന്റെ ഉൾക്കാഴ്ച അള്ളാഹു തുറന്നു കൊടുത്താൽ അള്ളാഹുവിനോട് കൂടെ വേറൊരാളെയും അവൻ കാണുകയില്ല. അവൻ ആരെ മാത്രം കാണും? അള്ളാഹുവിനെ മാത്രം കാണും. ഇതന്നെ ഒരാൾക്ക് ഫതഹ്. മനസ്സിലായില്ല? എന്റെ കൂടെ അല്ലേ? നിങ്ങൾ എന്റെ കൂടെ അല്ലേ? പറഞ്ഞത് മനസ്സിലായോ? ഉൾക്കാഴ്ച തുറന്നു കിട്ടണം. ഈ കണ്ണിനല്ല അന്ധത, വലാകിൻ തഅമൽ ഖുലൂബുല്ലതി ഫി സുദൂർ. ഈ നെഞ്ചിന്റെ ഉള്ളിലുള്ള കണ്ണിനാണ് അന്ധത എന്ന് സൂറത്തുൽ ഹജ്ജിലുണ്ട്. ഈ കണ്ണിനല്ല അന്ധത. പിന്നെയോ? പറ വലാകിൻ തഅമൽ ഖുലൂബുല്ലതി ഫി സുദൂർ. ഈ നെഞ്ചിന്റെ ഉള്ളിലുള്ള കണ്ണിനാണ് അന്ധത. ഈ കണ്ണിന്. അപ്പൊ ഈ നെഞ്ചിന്റെ ഉള്ളിലുള്ള കണ്ണ് തുറന്നു കിട്ടണം. ഇതിനാണ് ഫത്ഹുൽ ബസീറ എന്ന് പറയും. ഉൾക്കാഴ്ചയെ തുറന്നു കൊടുക്കുക. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ മതി, ഇല്ലെങ്കിൽ നിങ്ങൾ തിരിച്ചു വന്നിട്ട് പറ, നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? മനസ്സിലാവുണ്ടോ? മനുഷ്യന് ഈ രണ്ട് കണ്ണ് ഏത് ജീവിക്കൂലേ? പോത്തിനില്ലേ? പോത്തിന്റെ മുഖത്ത് രണ്ട് കണ്ണുണ്ടോ? അല്ലേ? പറ മനുഷ്യ. പോത്ത് എന്ന് പറഞ്ഞ ജാമൂസുൽ ആളമിന്റെ പുറത്ത് ഈ രണ്ട് കണ്ണുണ്ടോ? അല്ലേ? ഉണ്ട്. ഈ കണ്ണ് പോത്തിനില്ല. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യൻ നൽകിയ ബഹുമാനമാണ്. വലഖദ് കറംനാ ബനി ആദം. ഇവിടെ ഒരു കണ്ണുണ്ട്. ചില ആളുകൾ കണ്ണ് മൂടും, ചില ആളുകൾ ആ കണ്ണ് തുറക്കും. ഇത് മനുഷ്യന്റെ വലുപ്പത്തിലേ അല്ല. ഇത് പോയാൽ നഷ്ടമല്ല. നിങ്ങൾ ചിന്തിക്കുക.
ഇത് പോയിട്ട് ഖുർആൻ മനപ്പാടമുള്ള ആളുകളെ നമുക്കറിയാം. എനിക്കറിവുണ്ട്, പല ആളുകളുണ്ട്. ഇതില്ല, ഇത് രണ്ടുള്ള നമുക്ക് ഖുർആൻ മനപ്പാടില്ല. ഇതില്ലാത്ത ആൾക്ക് ഖുർആൻ മനപ്പാടുള്ള പല ആളുകളെ എനിക്കറിയാം. മനസ്സിലുണ്ട് പറഞ്ഞത്? അപ്പൊ നോക്കൂ നിങ്ങൾ, ഇതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടി? ഇതൊരു കണ്ണല്ല, ഇത് പോത്തിനുണ്ട്, ആനക്കുണ്ട്, നായക്കുണ്ട്, പന്നിക്കുണ്ട്, ഇതെല്ലാവർക്കും ഉണ്ട്. മുഹല്ലലായ ഐനുൻ നജസായ നായക്കുണ്ട്. തൊട്ടാൽ 7 വട്ടം കഴുകേണ്ട നായക്കുമുണ്ട്. തൊട്ടാൽ 7 വട്ടം കഴുകേണ്ട നായക്ക് മുഖത്ത് കണ്ണുണ്ട്. തൊട്ടാൽ 7 വട്ടം കഴുകേണ്ട പന്നിക്ക് മുഖത്ത് കണ്ണുണ്ട്. ബുദ്ധിയില്ലാൻ നമ്മൾ വിചാരിക്കുന്ന കൈതക്ക് മുഖത്ത് കണ്ണുണ്ട്. ഏറ്റവും അലോലസമായ ശബ്ദം കഴുതയുടെ ശബ്ദമാണ് എന്ന് പറഞ്ഞ കൈതക്ക് കണ്ണുണ്ട്. നിങ്ങൾ നിന്ദ്യരായ കുരങ്ങുകളായിക്കോളൂ എന്ന് പറഞ്ഞല്ലോ. കുരങ്ങിന് കണ്ണുണ്ട്. കുരങ്ങിന്റെ മുഖത്തും 2 കണ്ണുണ്ട്. ഒക്കെ ഉണ്ട്. ഈ കണ്ണൊരു മനുഷ്യന്റെ വലിപ്പത്തിനല്ല, ഇതെല്ലാം ജീവിക്കുന്നുണ്ട്. അതേ സമയത്ത് ഇവിടെ ഒരു കണ്ണുണ്ട്. ഈ കണ്ണ് തുറന്നു കിട്ടണം. ഇതാണ് ഒരു മനുഷ്യന്റെ വലിപ്പത്തരം. പറഞ്ഞത് മനസ്സിലായോ? ഒരു മനുഷ്യന്റെ മഹത്വം എന്ന് പറഞ്ഞാൽ അവന്റെ ഇവിടുത്തെ കണ്ണ് തുറന്നു കിട്ടി. ഇതല്ല. ഇതെന്തിനാണ്? ഇത് നമ്മൾ കച്ചവട കണ്ണ്. അവിടെ ഒരു 10 സെന്റ് ഭൂമി നോക്കി, അപ്പൊ അന്വേഷിച്ചു, എത്രയാ? 1 ലക്ഷത്തിന് കൊടുക്കും. അപ്പൊ നമ്മൾ 75 കൊടുക്കുമോ? അങ്ങോട്ട് പറഞ്ഞ് അവസാനം നമ്മൾ 80 കച്ചവടം ചെയ്തു. അന്ന് വൈകുന്നേരം നമ്മൾ 90 മറിച്ച് വിറ്റി. അപ്പോൾ നമ്മളെ ഭാര്യ അവളെ കുടുംബക്കാരോട് പറയും, അവളെ അമ്മാനോട് പറയും, നിങ്ങളെ മരുമോൻ ഏതായാലും നല്ല കണ്ണുള്ളോനാ, ഇന്നലെ വൈകുന്നേരം ആയപ്പോഴത്തേന് 1 ലക്ഷം റുപ്യൻ്റെ ലാഭം ഉണ്ടാക്കി. 10 സെന്റ് മുറിച്ച് വിറ്റ്. മനസ്സിലായോ? ഇത് ഈശ്വര വിശ്വാസി നിരീശ്വരവാദി എന്നൊന്നും കണക്കില്ല. എല്ലാവർക്കും കണ്ണുണ്ടാക്കാൻ കഴിയും. ഇതൊരു കണ്ണല്ല. അതേസമയത്ത് ഇവിടെ ഒരു കണ്ണുണ്ട്. ഇത് തുറന്നു കിട്ടലാണ് മനുഷ്യന്റെ വലിപ്പത്തരം. ഇത് തുറന്ന ആളാണ്, തുറന്നു കിട്ടിയ ആളാണ് ആദമാണ് യഥാർത്ഥ മനുഷ്യൻ. ആദം. മനസ്സിലായോ? ചിന്തിക്ക്. ആദമാണ് യഥാർത്ഥ മനുഷ്യൻ. ഇത് റോൾ മോഡൽ. ആദ്യത്തെ മനുഷ്യൻ റോൾ മോഡലാ. എന്തേ? ഈ കണ്ണിനേക്കാൾ ഈ കണ്ണുണ്ട്. ഇവിടെ തുറന്നു. അപ്പോൾ ഇവിടെ നമുക്കും തുറന്നു കിട്ടണം. എന്ത് വേണം? ഇവിടെ തുറന്നു കിട്ടാൻ എന്ത് വേണം? ഒരു മനുഷ്യന്റെ ഇവിടുത്തെ കണ്ണ് അള്ളാഹു തുറന്നു കൊടുത്താൽ അള്ളാഹു അല്ലാത്ത ഒരാളെയും അയാൾ കാണുകയില്ല. ഓഹോ, നമ്മളിപ്പോ അവസ്ഥയിലെത്തിയിട്ടുണ്ടോ? നമ്മൾ ആ അവസ്ഥയിലെത്തിയിട്ടുണ്ടോ? ഇല്ലേ? ഇല്ലെങ്കിൽ ഉറപ്പിച്ചോളൂ, നമ്മളിവിടുത്തെ കണ്ണ് ഇതുവരെ എന്തോ ഒരു മനുഷ്യന്മാരാണ്. ഒരു തീരുമാനം പറ മനുഷ്യ, നമ്മൾക്ക് ആ അവസ്ഥയിലെത്തിയിട്ടുണ്ടോ? നമ്മൾ ആ അവസ്ഥയിലെത്തിയിട്ടുണ്ടോ? ഇല്ല. അതുകൊണ്ട് നമ്മൾ ഇവിടുത്തെ കണ്ണ് ഇതുവരെ തുറന്നിട്ടില്ല. അപ്പോൾ നമ്മൾ ഇതുവരെ മനുഷ്യനായിട്ടില്ല. നമുക്കുള്ള ഉപ്പായുണ്ട്, തൊപ്പിയുണ്ട്, തലക്കെട്ട്, സ്ഥാനമാനങ്ങളുണ്ട്. നിങ്ങൾക്ക് താഴെയുള്ള കസേര, എനിക്ക് തിരിയണ കസേര, അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ ഈ അവസ്ഥയിലെത്തിയില്ലെങ്കിൽ മനുഷ്യനായിട്ടില്ല, എപ്പോഴും മൃഗമായിരിക്കും. മനുഷ്യനാകാത്തവർ എന്താവും എന്നത് ഞാൻ പറയല്ല, അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്. അവർക്ക് ഹൃദയം തുറന്നിട്ടില്ല. അവർക്ക് കണ്ണ് തുറന്നിട്ടില്ല. അവരുടെ ചെവി തുറന്നിട്ടില്ല. ഒരു മൃഗങ്ങളെ പോലെയാണ്. ഇത് തുറന്നിട്ടില്ലെങ്കിൽ മൃഗങ്ങളെ പോലെയാണ്. നിങ്ങൾ ചിന്തിക്ക്, നമ്മൾ എന്തിന് പേജാലാവണ്? നമ്മൾ എന്തിന് പേടിക്കണം? നമ്മൾ അള്ളാന്റെ ആളല്ലേ? നമ്മളെ കാര്യം ശരിയാക്കി തരേണ്ടത് അള്ളാഹുവിൻ്റെ ഉത്തരവാദിത്തല്ലേ? നിങ്ങൾ രാവിലെ ദാറുൽ ഖുർആനിൽ വന്നവരല്ലേ? നിങ്ങൾക്കൊരു ശത്രു ഇവിടെ വരികയാണെങ്കിൽ ആ ശത്രുവിൽ നിന്ന് നിങ്ങൾ ഈ കോമ്പൗണ്ട് വിട്ടു പോകുന്നതിന് വരെ മുമ്പ് ആരെങ്കിലും നിങ്ങൾ ആക്രമിച്ചാൽ അതിന് നിങ്ങളെ രക്ഷപ്പെടുത്തേണ്ടത് ദാറുൽ ഖുർആന്റെ ഉത്തരവാദിത്തല്ലേ? പറയും മനുഷ്യന്മാര്. നിങ്ങളിപ്പോൾ ദാറുൽ ഖുർആന്റെ മുറ്റത്താണല്ലോ. അപ്പൊ നിങ്ങൾ ഇതൊരു അഭയസ്ഥാനമായി വന്നതാണല്ലോ. ഇവിടെ ശത്രു നിങ്ങൾ ആക്രമിച്ചാൽ നമ്മൾ ഉത്തരവാദിത്തത്തിലാണല്ലോ.
അള്ളാഹുവിന്റെ ഭൂമിയിൽ അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം അള്ളാഹു ഉദ്ദേശിച്ച ദിവസം, അള്ളാഹു ഉദ്ദേശിച്ച രാജ്യത്ത്, അള്ളാഹു ഉദ്ദേശിച്ച മണിക്കൂറില്, അള്ളാഹു ഉദ്ദേശിച്ച നിമിഷത്തില്, അള്ളാഹു ഉദ്ദേശിച്ച പിതാവിന്, അള്ളാഹു ഉദ്ദേശിച്ച മാതാവിന്, അള്ളാഹു ഉദ്ദേശിച്ച ഭാഷയിൽ നിങ്ങൾ ജനിച്ചത് നിങ്ങളെ ഉത്തരവാദിത്തമല്ല. ലോകത്തെ ഹൈ പേഴ്സണാലിറ്റിയാണ് അമേരിക്കൻ പേഴ്സണാലിറ്റി. ലോകത്ത് ഒന്നാം ലോക മഹായുദ്ധം വരെ ബ്രിട്ടന്റെ കാലമായിരുന്നു. രണ്ടാം ലോക മഹായുദ്ധം വന്നപ്പോൾ അമേരിക്കയുടെ കാലമായി. ബ്രിട്ടന്റെ കയ്യിൽ നിന്ന് കൈകാര്യം നീങ്ങി ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ അവസാന ഭാഗത്ത്, പിന്നെ രണ്ടാം ലോക മഹായുദ്ധത്തോടു കൂടെ പൂർണ്ണമായി ബ്രിട്ടന്റെ കയ്യിൽ നിന്ന് കാര്യം പോയിട്ട് അമേരിക്കയുടെ കയ്യിൽ. അതുകൊണ്ട് ലോകത്തെ ഹൈ പേഴ്സണാലിറ്റി, സൂപ്പർ പേഴ്സണാലിറ്റിയാണ്. ഒരു അമേരിക്കക്കാരനാവുക എന്ന് പറഞ്ഞാൽ അതൊരു വിലയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതൊക്കെ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ അമേരിക്കയിൽ ജനിച്ചൂടെ? ചിന്തിക്ക്. നമ്മളെവിടെ ജനിക്കണം നമ്മൾ തീരുമാനിച്ചാൽ, നമ്മൾ ഏത് പിതാവിന് ജനിക്കണം നമ്മൾ തീരുമാനിച്ചല്ല, നമ്മൾ ഏത് രാജ്യത്ത് ജനിക്കണം നമ്മൾ തീരുമാനിച്ചല്ല, നമ്മൾ ഏത് ഭാഷക്കാരനാകണം നമ്മൾ തീരുമാനിച്ചല്ല, നമ്മൾ ഏത് മണിക്കൂറിൽ ദിവസം ജനിക്കണം നമ്മൾ തീരുമാനിച്ചല്ല. അപ്പോൾ നമ്മുടെ കാര്യത്തിൽ ഒരു ഉത്തരവാദിത്വവും അടിസ്ഥാനപരമായി നമുക്കില്ല. അതൊക്കെ ആർക്കാണ്? പറയും മനുഷ്യന്മാരെ, അള്ളാഹുവിനാണ്. എങ്കിൽ അങ്ങനത്തെ നീന്തി പേടിക്കണ് അവന്റെ ഉത്തരവാദിത്തം. പക്ഷെ നമുക്കൊരു ഉത്തരവാദിത്തമുണ്ട്. എന്ത്? നമ്മളെ ഉത്തരവാദിത്തം എന്ത്? ഗൾഫിൽ പോയി ഇറങ്ങിയ ഒരാൾക്ക് ഏതോ അബ്ദുള്ള ഹംദാൻ എന്ന് ലുത്തൈബീനോ എന്തോ പേരിൽ ഒരു സ്പോൺസർ ഉണ്ടായിരിക്കും. അവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ തൊഴിൽ, അവന്റെ കൂലി, അവന്റെ ദൈനംദിന കാര്യങ്ങൾ മുഴുവനും ആരുമായി ബന്ധപ്പെട്ടതാണ്? ഈ ഉത്തൈബിയുമായി ബന്ധപ്പെട്ടാണ്. അവന്റെ മനസ്സിൽ ആ നാട്ടിൽ ഒരാളേ ഉള്ളൂ. ആര്? അവന്റെ ഉത്തൈബി. മനസ്സിലായോ പറഞ്ഞത്? അവന്റെ സ്പോൺസർ അതാണ്. അവന് ലഭിക്കുന്ന ലാഭം അയാൾ വഴി വരും, അവന് ലഭിക്കുന്ന നഷ്ടം അയാൾ വഴി വരും. അവന്റെ നഷ്ടം നികത്തേണ്ടത് അയാൾ, അവന്റെ ലാഭം വരേണ്ടത് അയാൾ വഴി. എല്ലാം അയാൾ, സ്പോൺസർ അയാൾ. ഏത് നിഅമത്തും അള്ളാഹു വഴിയേ വരൂ. ഏത് നിഅമത്തും അള്ളാഹു വഴിയേ വരൂ. ഒരാളെ തൃപ്തിപ്പെടുത്തിയിട്ട് കാര്യമില്ല. ആരെ തൃപ്തിപ്പെടുത്താതെ? പറഞ്ഞാളി ആരെ തൃപ്തിപ്പെടുത്താതെ? അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്താതെ ഒരാളെ തൃപ്തിപ്പെടുത്തിയിട്ടും കാര്യമില്ല. ഞാൻ ഔലിയ പാപ്പാനെ തൃപ്തിപ്പെടുത്തിയിട്ട് കാര്യമില്ല. തൃപ്തിപ്പെടുത്താതിരിക്കണോ? വേണ്ട. പക്ഷേ അള്ളാഹുവിനെ ദേഷ്യം പിടിച്ചിട്ട് ഔലിയ പാപ്പാനെ തൃപ്തിപ്പെടുത്തേണ്ട ആവശ്യം ഇല്ല. എന്ത് ഔലിയ പാപ്പ? ഏത് ഔലിയ പാപ്പയും ആരുടെ അടിമയാണ്? അള്ളാഹുവിന്റെ അടിമയാണ്. മനസ്സിലാണ്ട് പറഞ്ഞത്? ആരും അള്ളാഹുവിന്റെ അടിമയാണ്. ഒരു ഔലിയ പാപ്പാക്കും നമുക്ക് ഒരു കാര്യം ചെയ്തു തരാൻ കഴിയൂല. ആര് തീരുമാനിക്കാതെ? പറ ആര് തീരുമാനിക്കാതെ ഒരു ഔലിയാക്കും ഒന്നും ചെയ്തു തരാൻ കഴിയും? ഔലിയാണ്, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. റബ്ബ് തീരുമാനിക്കണം. നീ ഔലിയ പാപ്പ ആവണത് എന്തുകൊണ്ടാണ്? ഇനി ഒരാൾ വലിയ ആൾ എങ്ങനെ വലിയാവുക? എൻ്റേതൊന്നും എൻ്റേതല്ല എന്ന ചിന്തയിൽ നിന്നാണ് ഈമാൻ ഉണ്ടാവുക. അതിൽ നിന്നാണ് വിലായത്ത് ഉണ്ടാവുക. മനസ്സിലായില്ലേ പറഞ്ഞത്? ചൊല്ലിയില്ല ഞാനൊന്നും എന്നോട് ചൊല്ലാതെ, ചൊല്ലി നീ എൻ്റെ അമാനി അതെന്നോവർ. ചൊല്ലിയില്ല ഞാനൊന്നും എന്നോട് ചൊല്ലാതെ, ചൊല്ലി നീ എൻ്റെ ആ മാനിൽ അതെന്നോവർ. ചൊല്ലിയില്ല ഞാനൊന്നും എന്നോട് ചൊല്ലാതെ, ചൊല്ല് നീ എൻ്റെ അമാനിൽ, എൻ്റെ ഉത്തരവാദിത്വത്തിൽ നീ പറ എന്ന് പറഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. എനിക്കൊന്നും പറയാൻ കഴിയില്ല. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? വലിയനെ ബഹുമാനിക്കണ്ടേ? ബഹുമാനിക്കണം. പക്ഷെ കൈകാര്യകർത്താവ് വലിയല്ല. ആരെന്നെയാണ്? പറയടൂ. ആരാണ്? അള്ളാഹുവാണ്. അള്ളാഹു ഒഴിവാക്കിയിട്ട് വലിയന്റെ പിന്നാലെ പോയിട്ട് എന്ത് കാര്യം? ഗാഫിറല്ല. മനസ്സിലായോ? ചിന്തിക്കണം. ഇതിൻ്റെയൊക്കെ അർത്ഥം വലിയനെ ഒഴിവാക്കണം എന്നൊന്നുമല്ല. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം ചിന്തിക്കണം. ലോകത്തെ ഏറ്റവും വലിയ നന്മ പറഞ്ഞ ആളാ മുഹമ്മദ് മുസ്തഫ. എങ്ങനെ പറഞ്ഞു? ഒന്നും സ്വയമായി പറഞ്ഞിട്ടില്ല മുഹമ്മദ് മുസ്തഫ. ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ. ഒക്കെ വഹ്യാണ്.
ഒക്കെ അള്ളാഹുവിൻ്റെ കൽപ്പനയും സന്ദേശമാണ്. ഇല്ല മിണ്ടിയിട്ടില്ല. മുഹമ്മദ് മുസ്തഫ, ഉറക്കെ പറ മുഹമ്മദ് മുസ്തഫ. ലോകം കണ്ട ഏറ്റവും വലിയ മഹാനായ മലക്കാണ് സയ്യിദുനാ ജിബ്രീൽ. പക്ഷെ റസൂൽ അള്ളാഹു കൊടുക്കുന്നത് ചെയ്യുന്ന ദൂതൻ മാത്രമാണ് ജിബ്രീൽ. ഇന്നഹു ലഖൗലു റസൂലിൻ കരീം. മാന്യനായ ദൂതൻ സയ്യിദുനാ ജിബ്രീൽ. ദൂതൻ സ്വന്തമായി ഒന്നും പറയാത്ത ആൾ. ദൂതൻ ഒന്നുമില്ല, ആരുടേതല്ലാതെ. പറ, ആരുടേതല്ലാതെ? അള്ളാഹുവിൻ്റെതല്ലാതെ. അപ്പോൾ ചിന്തിക്കണം, എന്താണ് നിഅമത്തിന് നന്ദി ചെയ്യണം. നിഅമത്തിന് നന്ദി ചെയ്യണമല്ലോ. ഞാൻ പറഞ്ഞല്ലോ നന്ദി ചെയ്യൽ. എന്ത് നന്ദി ചെയ്യാൻ എന്നാൽ ഏതൊരു സെക്കൻഡിലും അള്ളാഹുവിനെ കാണാൻ കഴിയലാണ് ഈ ഐനുൽ ബസീറ. ഈ ഉള്ളിലെ കണ്ണുകൊണ്ട് അള്ളാഹുവിനെ കാണാൻ കഴിയൽ തന്നെ നന്ദി. അതാണ് നന്ദി. നന്ദി എന്ന് പറയലല്ല. അങ്ങനെയുള്ള ആൾ സദാസമയവും അൽഹംദുലില്ലാഹ്. ഇവിടെ അവൻ ആരല്ലാതെ കാണണ്ട. ഒരാളുടെ അകത്തെ കണ്ണിനെ അള്ളാഹു തുറന്നു കൊടുത്താൽ അള്ളാഹു അല്ലാത്ത ഒരാളെ അവൻ കാണുകയേ ഇല്ല. ഒരാളെ കാണൂല. അള്ളാഹിന് മാത്രം. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ.